അഭിമന്യരായ പിതാക്കന്മാരെ, ഇവിടെ ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ കുറേ കാലങ്ങളായി ക്നാനായ സമുദായത്തിൻ്റെ പരമ മേലധ്യക്ഷനായ പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസിനെതിരെ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ചില ആരോപണങ്ങൾ മനഃപൂർവ്വമായി പലരും ഉന്നയിക്കുകയും ആ വിഷയങ്ങൾ ഇന്ന് വളരെ സജീവമായി ചർച്ചയ്ക്ക് വിഷയമായിരിക്കുകയും ചെയ്തിരിക്കുന്ന സമയമാണ്. ഒരു സഭയുടെ പരമാധികാരത്തെ സംബന്ധിച്ച് കൃത്യമായി ക്നാനായ സമുദായത്തിൻ്റെ പരമാധികാരത്തെ സംബന്ധിച്ചും ചരിത്രത്തിനെ സംബന്ധിച്ചും ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി വളരെ വിശദമായിട്ട് കേസുകളിൽ കൂടി ചർച്ച ചെയ്ത് സുപ്രീം കോടതിയിൽ അവസാനിച്ചിട്ടുണ്ട്. അത് 4/79 എന്ന് പറഞ്ഞൊരു കേസ്, അതിൻ്റെ ജഡ്ജ്മെൻ്റാണ് ഈ ഇരിക്കുന്നൊരു മുഴുവൻ. ഇത് ലോവർ കോടതി, അത് ഹൈക്കോടതിയുടെ ഫസ്റ്റ് സിംഗിൾ ബെഞ്ചിൻ്റെ ഓർഡറാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഓർഡറൊക്കെ പരിശോധിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോൻ ഇതിൻ്റെ ഓർഡർ എഴുതുമ്പോൾ ക്നാനായ സമുദായത്തിൻ്റെ ഒറിജിൻ, തുടർന്ന് ഇങ്ങോട്ടുള്ള പോർച്ചുഗീസ് കാലഘട്ടം, അതിനുശേഷമുള്ള ഡച്ച് കാലഘട്ടം, അതിനുശേഷം വീണ്ടും ഇത് കടന്നു വരുന്ന ക്നാനായ സമുദായത്തിനെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാബായാൽ നിയോഗിക്കപ്പെട്ട മെത്രാന്മാർ ഈ ക്നാനായ സമുദായത്തിനെ ഭരിച്ച കാലഘട്ടം, അതിനുശേഷം ക്നാനായ സമുദായത്തിന് ആദ്യമായി ഒരു മെത്രാപ്പോലീത്ത ഉണ്ടായ കാലഘട്ടം, രണ്ടാമത്തെ മെത്രാപ്പോലീത്തയുടെ കാലഘട്ടം, അദ്ദേഹത്തിന് ശേഷം 2 അഡ്മിനിസ്ട്രേറ്റർമാർ അടുപ്പിച്ച് ഭരിച്ച കാലഘട്ടം, അന്ന് ക്നാനായ സമുദായത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കി 1948 ആദ്യമായി പ്രസിദ്ധീകരിച്ച കാലഘട്ടം, തുടർന്ന് അതിനെ ക്രോഡീകരിച്ച് കമ്പൈൽ ചെയ്ത് ക്ലീമീസ് തിരുമേനിയുടെ കാലത്ത് 1951 അതിനെ ക്രോഡീകരിച്ച് 52 നടപ്പാക്കിയ കാലഘട്ടം തുടങ്ങി മുഴുവൻ ഈ ഓർഡറിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഇതിനെക്കുറിച്ച് വേണ്ടത്ര പഠനം ക്നാനായക്കാർ നടത്തിയിട്ടില്ല. നമ്മളെക്കുറിച്ച് ഇന്ത്യയുടെ പരമോന്നത കോടതി എന്തെല്ലാം നിരീക്ഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്, കീഴ്ക്കോടതികളിൽ നിന്ന് വന്നിട്ടുള്ള അപ്പീലുകളിൽ ആ അപ്പീലുകൾ സുപ്രീം കോടതിയുടെ ഓർഡറിനകത്ത് ജഡ്ജ്മെന്റിനകത്ത് മർജായി പോവുകയാണ്. എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ സുപ്രീം കോടതി ആ വൈരുദ്ധ്യത്തിനെ റിവേഴ്സ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് സുപ്രീം കോടതിയുടെ ഓർഡറിനകത്ത് മർജായി പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ബാവായുടെ കൽപ്പനയാലേ പുറപ്പെട്ടു, അത് നമ്മുടെ ഫോക്ക് സോങ്ങാണ്. അതിൽ നിന്നാണ് നമ്മുടെ ഒറിജിൻ. അത് ഈ സുപ്രീം കോടതിയുടെ ഓർഡറിനകത്ത്, ഡിവിഷൻ ബെഞ്ചിന്, ഹൈക്കോടതിയുടെ ഓർഡറിനകത്ത് എല്ലാ ആ കാര്യങ്ങൾ സവിസ്തരം വിവരിക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ കൽപ്പന അനുസരിച്ച് എഡേസായിൽ നിന്ന് മലങ്കരയിലേക്ക് കുടിയേറിയ ക്നായിത്തമ്മന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഈ ജഡ്ജ്മെന്റുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. അത് പറഞ്ഞിങ്ങോട്ട് വന്നിട്ട് എല്ലാ കാലവും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു ക്നാനായ സമൂഹം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ക്നാനായക്കാർ മലങ്കരയിലായിരിക്കുമ്പോൾ, ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. 85ാമത്തെ സുപ്രീം കോടതി അംഗീകരിച്ച ഹൈക്കോടതിയുടെ 85ാമത്തെ ക്ലോസാണ്. അതിൽ 85ാമത്തെ പാരയാണ് ആ ഓർഡറിനകത്ത്. ആ പാരയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രയും വലിയൊരു ബുക്കാണിത്. ഇതിൽ 85ാമത്തെ പാര, Cananite Church was right from the beginning under the supreme supervision of Patriarch of Antioch in all matters. This church has its independent origin and continued existence, not as a result of any split of the difference of opinion in the Malankara Church. മലങ്കര ചർച്ചിൽ ഉണ്ടായ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും തുടക്കം മുതൽ ക്നാനായ സമുദായം പരിശുദ്ധ പാത്രിയർക്കീസ് ബാബായുടെ സുപ്രീം അതോറിറ്റിയിലാണ് ഭരിക്കപ്പെടുന്നത്. വീണ്ടും താഴോട്ടുള്ള ഭാഗങ്ങൾ ഇത് വായിക്കാം. ദി ക്നാനായ ചർച്ച് ഇൻ മലങ്കര വാസ് പർട്ടിക്കുലർലി ഔട്ട്ലൈൻഡ്, founded and scheduled for the exclusive benefit of the members of the Syrian Cananite community in Malankara, owing to the allegiance of Holy See of Antioch, without any geographical limitations. അപ്പോൾ എല്ലാ ക്നാനായക്കാരും അവരുടെ പള്ളികളുണ്ടായിരിക്കുന്നത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാബായുടെ
സുപ്രീം അതോറിറ്റിയുടെ കീഴിൽ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രം ആരാധന നടത്തുവാനായിട്ടുള്ളതാണ്. ഡ്യൂറിംഗ് ദി ടൈം വെൻ ദി ക്നാനായ ചർച്ച് ഹാഡ് നോ മെട്രോപൊളിറ്റൻ ഓഫ് ദെയർ ഓൺ, ക്നാനായക്കാർക്ക് സ്വന്തമായി മെത്രാപോലിത്താന്മാർ ഇല്ലാതിരുന്ന കാലത്ത് ദി ക്നാനായ കമ്മ്യൂണിറ്റി never hesitated to meet their spiritual need from the metropolitans of the Syrian Orthodox Church in Malankara, which was that time directly under the supremacy and control of the Holy See of Antioch. During those such period, the matter of temporal administration of Knanaya Malankara, a representative body, was doing on the supreme authority of Holy Patriarch. While so, in 1910, the Patriarch of Antioch ordained a metropolitan for the Knanaya Church in Malankara on his being elected by the said committee or association. അങ്ങനെയാണ് ആദ്യമായിട്ട് മെത്രാപ്പൊലിത്തൻ. അപ്പോൾ ക്നാനായ സമുദായം പരിശുദ്ധ പാത്രിയർക്കീസ് ബാബായാൽ നേരിട്ട് ഭരിക്കുകയും ഇവിടുത്തെ മലങ്കര സഭയുടെ മെത്രാപ്പൊലിത്തന്മാർ ക്നാനായ സമുദായത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്ന സമയത്ത് ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി പരിശുദ്ധ പാത്രിയർക്കീസ് ബാബ ആ കാലഘട്ടത്തിൽ 1910 മുമ്പുള്ള കാര്യങ്ങൾ ഒന്നും എത്രാനില്ല, ആ കാര്യങ്ങൾ ബാബയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിനകത്ത് നടക്കിയിരിക്കുന്നത്. ഇത് സുപ്രീം കോടതി അംഗീകരിച്ച ഓർഡറാണ്. ഈ ഓർഡറിൽ ഇനി ആർക്കും ഒന്നും തൊടാനൊക്കത്തില്ല. എന്നിട്ട് 1910 ഒരു മെത്രാപ്പൊലിത്ത ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. The Holy while so in 1910 the Patriarch of Antioch ordained a metropolitan for the Knanaya Church in Malankara on his being elected by the said committee or association and on the request made by the Patriarch of Antioch, made to the Patriarch of Antioch. അപ്പോൾ ഇവിടെ ഒരാളെ ഇവർ തിരഞ്ഞെടുക്കുന്നു, പരിശുദ്ധ പാത്രിക്കീസ് ബാബയോട് അപേക്ഷിക്കുന്നു. ആ അപേക്ഷ അനുസരിച്ച് അദ്ദേഹം വാഴിച്ചു കൊടുത്തു. The first metropolitan so ordained was succeeded by Mar Dioscoros in 1926, during whose period the Patriarch of Antioch was pleased to declare and confirm the independence of the Knanaya Church in Malankara, conferring absolute right or internal administration as or the right to get their metropolitan ordained by the Holy Patriarch of Antioch for all times to come. This declaration is contained in the Kalpana of the Patriarch dated 26th Magaram 1932. പരിശുദ്ധ എലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാബ മലങ്കരയിലായിരിക്കുമ്പോൾ അദ്ദേഹം എഴുതി കൊടുത്തൊരു കൽപ്പനയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ കാലവും പരിശുദ്ധ പാത്രിയർക്കീസ് ബാബയുടെ അന്ത്യോക്യൻ സിംഹാസനത്തിന്റെ മാത്രം ഉള്ള പൗരോഹിത്യ പിന്തുടർച്ചയിൽ തുടർന്നു പോകുന്നത് എത്ര വിശദമായിട്ടാണ് ഹിസ്റ്ററി വന്നിരിക്കുന്നത്. ആ പൗരോഹിത്യ ഹിസ്റ്ററി ഇതിൽ തുടർന്നു പോകുന്നതിന് വേണ്ടിയാണ് ക്നാനായക്കാരെ പ്രത്യേകമായ സ്വാതന്ത്ര്യം പരിശുദ്ധ പാത്രിക്കീസ് ബാബ കൊടുക്കുന്നത്. പക്ഷേ വളരെ പ്രത്യേകമായ കാര്യം, ഡ്യൂറിംഗ് ദി ആബ്സെൻസ് ഓഫ് ദി മെട്രോപൊളിറ്റൻ ഫോർ ദി ക്നാനായ ചർച്ച്, മാർ ജൂലിയോസ് എലിയാസ് മെട്രോപൊളിറ്റൻ, who was the delegate of the Patriarch of Antioch in India, attended the spiritual needs of the members of the Knanaya community. For the due temporal administration of this community, the Patriarch of Antioch appointed Reverend T.K. Abraham Koropiscopa as administrator of the Knanaya Church in Malankara at the request and as desired by the association. അപ്പോൾ ഇവിടെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാബ മെത്രാന്മാരെ നേരിട്ട് വിട്ട് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഭരണത്തിന്റെ ടെമ്പോറൽ മാറ്റേഴ്സിന് വേണ്ടി പാത്രിയർക്കീസ് ബാബയാൽ നിയോഗിതനായ അപ്പോയിന്റ് ചെയ്യപ്പെട്ട അഡ്മിനിസ്ട്രേറ്ററാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭരണാധിപൻ എന്ന് പറഞ്ഞൊരു ക്ലോസിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ മെത്രാപ്പോലിത്ത ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ തെരഞ്ഞെടുത്താൽ, നമ്മുടെ ഭരണഘടന ഞാൻ സമയക്കുറവുണ്ട് അതിൽ വായിക്കുന്നില്ല, അതിൽ പറയുന്നത് അങ്ങനെ തെരഞ്ഞെടുക്കുന്ന ആളിനെ പരിശുദ്ധ സിംഹാസനത്തിനെ അറിയിക്കുകയും പരിശുദ്ധ സിംഹാസനം അത് അംഗീകരിച്ച് കൽപ്പന പുറപ്പെടുവിപ്പിച്ച് അദ്ദേഹത്തെ നിയമിക്കുന്നത് വരെ വികാരി ജനറൽ ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ നോക്കേണ്ടതുമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ രണ്ട് അഡ്മിനിസ്ട്രേറ്റർ ടി കെ എബ്രഹാം കോർപ്പിസ്കോപ്പായും പി ജെ തോമസ് അച്ഛനെയും ഇവരെയൊക്കെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോയിന്റ് ചെയ്ത് ബാവയുടെ കൽപ്പന വരുന്നത് വരെ
അവർക്ക് ഭരണത്തിൽ ഇടപെടാൻ ഒക്കത്തില്ല. അപ്പൊ അപ്പോയിന്റിങ് അതോറിറ്റി പാട്രിയാർക്കീസാണ്. ഇത് കോർപ്പിസ്കോപ്പമാരുടെ അഡ്മിനിസ്ട്രേറ്ററുടെ കാര്യത്തിൽ മാത്രമല്ല, മെത്രാനെ കുറിച്ച് പറയുന്നുണ്ട്. കാനോനികമായി മെത്രാനെ വാഴിക്കേണ്ടതും അതിനുശേഷം പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായാൽ നിയമിക്കപ്പെടേണ്ടതുമാണ്. അപ്പൊ 2 പ്രോസസ്സാണ് നടക്കുന്നത്. ഈ 2 പ്രോസസ്സിൽ ഒന്നാമത്തെ പ്രോസസ്സ് മെത്രാനാണെങ്കിൽ മെത്രാച്ചനെ മെത്രാനായിട്ട് മെത്രോപ്പൊലീത്തയായിട്ട് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ വാഴിക്കണം. അത് പ്രോസസ് നമ്പർ 1. വാഴിച്ചാൽ അദ്ദേഹത്തിന് ഭരിക്കാൻ ഒക്കത്തില്ല. 2, പാത്രിയർക്കീസ് ബാവ നിയമിക്കണം, അപ്പോയിന്റ് ചെയ്യണം. അവർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു അതോറിറ്റിക്ക് തീർച്ചയായിട്ടും ആരെ വേണമെങ്കിലും ആ അപ്പോയിന്റ് ചെയ്ത ആളിനെ മാറ്റാം. എന്റെ ഓഫീസിൽ ഒരു പിയൂണിനെ ഞാൻ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന നിമിഷം ആ പിയൂൺ അവിടുന്ന് മാറി നിൽക്കാൻ മതിയാവുകയുള്ളൂ. എനിക്ക് അവന്റെ പേര് നടപടിയെടുക്കാം. ബിക്കോസ് ദി പാട്രിയർക്കീസ് ബാവയുടെ സുപ്രീം അതോറിറ്റിയുടെ കീഴിലാണ് നിൽക്കുന്നത്. അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിന്റ് ചെയ്തു. ഒരു മെത്രാച്ചനെ പട്ടം കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിനെ നിയമിക്കുന്നു. ഇത് അപ്പോയിന്റ്മെന്റാ. നിയമിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ് ചെയ്യുന്ന. അപ്പോൾ പാത്രിയർക്കീസ് ബാവായാൽ നിയമിതരായവരാണ് ഇവിടെ ഭരിക്കപ്പെടേണ്ടത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 1932 മകരമാസം 26-ാം തീയതി കൂടിയ നടത്തിയ ഡിക്ലറേഷനെ കുറിച്ചാണല്ലോ ഇവിടെ ഈ സുപ്രീം കോടതി പറയുന്നത്, ഈ ഹൈക്കോടതി പറയുന്നത്. ആ ഡിക്ലറേഷനിൽ ഒന്ന് വായിച്ചു നോക്കണം. അത് ഞാൻ വിശദമായിട്ട് വായിക്കുന്നില്ല. അതിനകത്ത് പറയുന്നൊരു കാര്യം, പരിശുദ്ധ സിംഹാസനത്തിനോട് നീലമ്പേരൂർ സെന്റ് ജോർജ് പള്ളിയിൽ കൂടിയ ജ്ഞാനായ അസോസിയേഷൻ പരിശുദ്ധ സിംഹാസനത്തിനോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു ഭരണഘടന അവിടുന്ന് നിർവചിച്ച് ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ ഭരണത്തിനായി. അതാണ് അസോസിയേഷൻ പാസ്സാക്കിയത്. ജ്ഞാനായ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടെലസ്കോപ്പിക് കണ്ടിന്യൂൻസി ഉള്ള ഒരാളാണ്. അത് പണ്ടത്തെ അസോസിയേഷൻ ആയിരുന്നു. ഇപ്പോഴത്തെ അസോസിയേഷൻ സമ്മതിക്കുന്നില്ലെന്ന് പറയാനൊക്കില്ല. അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യമായി ജ്ഞാനായ സമുദായത്തിന് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശുദ്ധ സിംഹാസനത്തിനോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു ഭരണഘടന അവിടുന്ന് കൽപ്പിച്ച് നിയമിച്ചു തരണം. അപ്പൊ പാത്രിയർക്കീസ് ബാവായുടെ നില എവിടെയാണ്? ബാവായുടെ കാരുണ്യം കൊണ്ടാണ് ജ്ഞാനായ സമുദായത്തിന് ഒരു ഭരണഘടന ലഭിക്കുന്നത്. ഹീസ് ബിയോണ്ട് ദി പവർ ഓഫ് ദി ജ്ഞാനായ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ 1932 ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇത് സുപ്രീം കോടതിയുടെ ഓർഡറിന്റെ ഭാഗമായിരുന്നു. അപ്പോ പരിശുദ്ധ സിംഹാസനമാണ് ആദ്യമായി നമുക്ക് ഒരു ഭരണഘടന തന്നിട്ട് നിങ്ങൾ ആ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടി നമുക്ക് കൽപ്പന തരുന്നത് പരിശുദ്ധ സിംഹാസനമാണ്. അതാണ് സുപ്രീം കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതും പ്രകാരം 1948 ഒരു ഭരണഘടന പാസ്സാക്കി, 47 പാസ്സാക്കി, 48 മുതൽ അത് പ്രാബല്യത്തിലായി. ആ ഭരണഘടനയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഭരണഘടന ഇത് 1948 അഡ്മിനിസ്ട്രേറ്ററുടെ കാലഘട്ടത്തിൽ പാസ്സാക്കിയ ഭരണഘടനയാണ്. ഈ ഭരണഘടനയാണ് ജ്ഞാനായ സമുദായത്തിന്റെ ബേസിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് പിന്നീട് അമെൻഡ് ചെയ്യുന്നത് വെറും 2003 ഈ ഭരണഘടന ഈ സുപ്രീം കോടതി കേസിൽ ഹൈക്കോടതിയിലെ ട്രയൽ നടക്കുമ്പോൾ OS നമ്പർ 4/79 ക്ലീമീസ് മെത്രാപ്പൊലീത്ത അദ്ദേഹം ഈ ഭരണഘടന അവിടെ പ്രസന്റ് ചെയ്തു. ഈ ഭരണഘടന അനുസരിച്ചാണ് ജ്ഞാനായ സമുദായം ഭരിക്കപ്പെടുന്നത്. ഈ ഭരണഘടനയിൽ എടുത്തു പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ ഭരണഘടന പ്രകാരം പരിശുദ്ധ സിംഹാസനത്തിന്റെ കീഴ് ഇതിന്റെ കോടതിയിൽ നിന്ന് എടുത്തിരിക്കുന്ന സർട്ടിഫൈഡ് കോപ്പിയാണ്, കോടതിയുടെ മുദ്രയാണിതുള്ളത്. അപ്പോൾ ഈ ഭരണഘടനയിൽ പറയുന്നത് ജ്ഞാനായ പള്ളികൾ, ജ്ഞാനായ സമുദായം ഇതെല്ലാം പരിശുദ്ധ സിംഹാസനത്തിന്റെ ഡയറക്റ്റ് ഭരണത്തിന് കീഴിലും സുപ്രീമസിയിലുമാണ്. ഇതിനകത്ത് ചില ഡിക്ലറേഷൻസും പറയുന്നുണ്ട്. അത് ഞാൻ അതിലേക്ക് വരാം. ഇത് ഈ സുപ്രീം കോടതി ഓർഡറിന്റെ B6 എന്ന് പറയുന്ന എക്സിബിറ്റ് B6 ആണ്. ലീഗൽ സൈഡ് അറിയാവുന്നവർക്ക് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാവും. എക്സിബിറ്റ് B6 ആണ്. ഈ ഭരണഘടനയാണ് സുപ്രീം കോടതി പറഞ്ഞത് ദേ ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ദേ ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ദേ വിൽ ബി ഗവേൺഡ് ബൈ
ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് 1948-ലെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനുശേഷം അപ്പൊ ഈ ഭരണഘടന അപ്രൂവ് ചെയ്താരാ? ഇതിനകത്ത് പറയുന്നുണ്ട്, പ്രിയാമ്പിളിൽ പറയുന്നുണ്ട്, ഈ ഭരണം അപ്രൂവ് ചെയ്തത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററാണ്. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ പരിശുദ്ധ പാത്രിയർക്കീസ് ബാബയാൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട അഡ്മിനിസ്ട്രേറ്ററാണ് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായ്ക്ക് വേണ്ടി ഇത് അപ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയും, ഒരു ഭരണഘടന അമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ഉണ്ടാക്കിയാൽ അത് മെത്രാപ്പോലിത്ത അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അത് അപ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അപ്രൂവ് ചെയ്യുന്നത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായ്ക്ക് വേണ്ടിയാണ്. ബാവായുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് അപ്രൂവ് ചെയ്യുന്നത്. അതിന്റെ വളരെ ഉദാഹരണമാണ് ഈ 1932-ൽ പരിശുദ്ധ സിംഹാസനത്തിനോട് അപേക്ഷിക്കുക, ഞങ്ങൾക്ക് ഒരു ഭരണഘടന അവിടുന്ന് അനുവദിച്ചു തരണം. അപ്പൊ പാത്രിയർക്കീസ് ബാവായുടെ ലെവൽ എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് മുകളിലാണ്. അദ്ദേഹം അനുവദിച്ച് തന്ന ഭരണഘടനയാണ്. നമ്മളിപ്പോ ഒരു വീട്ടില് അപ്പൻ ചില നിയമങ്ങൾ ഉണ്ടാക്കും. ബ്രേക്ക്ഫാസ്റ്റിന് നേരത്തെ എല്ലാവരും ഒന്നിച്ചു വന്നിരിക്കണം, വൈകിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും മേശപ്പുറത്ത് ടേബിളിൽ വന്നിരിക്കണം. അതാ വീട് ഭരിക്കുന്ന ഭരണമാണ്. അങ്ങനെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഭരണ ക്രമീകരണം അപ്പനാകുന്ന പാത്രിയർക്കീസ് ബാവ അവരുടെ ഭരണ ക്രമീകരണത്തിൽ തർക്കമുണ്ടാവാതിരിക്കാൻ ബാവ കൽപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഈ 1932-ലെ ഈ നമ്മുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത്, പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ നൽകിയ ജ്ഞാനായ സമുദായത്തിന് സ്വതന്ത്ര പദവി നൽകിയ ബാവയുടെ മാഗ്നാ കാർട്ട എന്നുള്ളത്. മാഗ്നാ കാർട്ട എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? മാഗ്നാ കാർട്ടയ്ക്കകത്തെ നമ്പർ 42 മാഗ്നാ കാർട്ട കൽപ്പന എന്ന് പറയുന്നത്, ദയവായി അവിടുന്ന് ഞങ്ങൾക്കൊരു ഭരണഘടന കൽപ്പിച്ചു തന്നാലും മക്കൾ അപ്പനോട് പറയാം, ഞങ്ങൾക്കിവിടെ ഒരു വീടിന്റെ ഭരണം നടത്തുന്നതിന് വേണ്ടി ഒരു നിയമാവലി അങ്ങ് ഉണ്ടാക്കി തന്നാലും ആ നിയമാവലിയാണ് 1948-ൽ ബാവ അപ്പോയിന്റ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റർ ഒപ്പിട്ട് നൽകിയിരിക്കുന്നത്. ഇതിനു ശേഷം അഡ്മിനിസ്ട്രേറ്ററുടെ കാലം കഴിഞ്ഞു. പിന്നെ അഭ്യുന്നതനായ ക്ലീമീസ് തിരുമേനി അധികാരത്തിൽ വന്നു. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ അതാണ് 1951-ൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ക്ലീമീസ് തിരുമേനിയോട് കൽപ്പിക്കുന്നു, നീ ജ്ഞാനായ സമുദായത്തിന്റെ ഭരണഘടന നീ ഒന്ന് ക്രോഡീകരിക്കണം, ഒന്ന് കമ്പൈൽ ചെയ്യണം. കാരണം പല ക്ലോസുകളും പല കാലഘട്ടത്തിലുള്ള ക്ലോസുകളും പിന്നീട് വരുമ്പോൾ അത് ഒബ്സലീറ്റ് ആവും. അതുകൊണ്ട് പ്രായോഗികമായിട്ട് അതിന്റെ പ്രയോജനമില്ലാത്ത കാര്യം. ഉദാഹരണത്തിന് എൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു കാര്യമായിരുന്നു പിടിയേരി പിരിവ്. വൈകിട്ട് വീട്ടിൽ കഞ്ഞി വെക്കുമ്പോൾ ഒരു പിടി അരി എൻ്റെ അമ്മ ആ ടിന്നിനകത്തോട്ട് അടച്ചു വെക്കും. അത് പള്ളിക്കുള്ളതാണ്. അത് മാസത്തിലൊരിക്കൽ പള്ളിയിലെ ശുശ്രൂഷകൻ വന്ന് ഓരോ വീടുകളിലും വന്ന് ഒരു സഞ്ചിയുമായിട്ട് വന്ന് ഈ പിടിയേരി പിടിച്ചോണ്ട് പോകും. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ പിടിയേരിക്ക് യാതൊരു പ്രസക്തിയില്ല. അപ്പൊ അത് ഒബ്സലീറ്റായി. അതല്ലെങ്കിൽ പള്ളിത്തെങ്ങ്, എല്ലാ വീടുകളിലും ഒരു തെങ്ങ് പള്ളിക്കുള്ള. ഞങ്ങളുടെ വീട്ടിലൊക്കെ പള്ളിത്തെങ്ങുണ്ടായിരുന്നു. ആ പള്ളിത്തെങ്ങിൽ പള്ളിയിലെ ശുശ്രൂഷകൻ ഒരു പതിയാനും വായിക്കൊണ്ട് വന്നിട്ട് കൃത്യമായിട്ട് തേങ്ങ ഇടേണ്ട സമയത്ത് ഇടവകയിലെ എല്ലാ വീടുകളിലും പോയി ആ തേങ്ങ ഇട്ട് അത് പള്ളിക്കുള്ള. ഇപ്പൊ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഈ സംസ്കാരത്തിൽ പള്ളിത്തെങ്ങില്ല, പിടിയേരിയില്ല. അപ്പൊ അങ്ങനെ കാലാനുസൃതമായി പല ക്ലോസുകളുടെയും പ്രായോഗിക തലത്തിൽ അത് നിഷ്പ്രയോജനമായ ചില കാര്യങ്ങൾ വരുമ്പോൾ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ക്ലീമീസ് തിരുമേനിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ ഇത് ക്രോഡീകരിച്ച് ഇതിന്റെ ക്ലോസുകളുടെ എണ്ണം കുറയ്ക്കണം. കാരണം 48-ൽ അംഗീകരിച്ച് പുറത്തിറക്കിയ ഭരണഘടനയ്ക്ക് 180 ക്ലോസുകളുണ്ട്. ഇതിനകത്ത് 180 ക്ലോസുകളാണ്. ഇതാണ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നത്. അതേസമയത്ത് ആ 180 ക്ലോസുകളെ ബാവ ആവശ്യപ്പെട്ടതനുസരിച്ച് അതിന്റെ എണ്ണം കുറച്ച് 160 ക്ലോസുകളായി ചുരുക്കി. 10-20 ക്ലോസുകൾ അതിനകത്ത് എടുത്തു കളഞ്ഞു. ആ എടുത്തു കളഞ്ഞത് ബാവയുടെ അധികാരത്തിനെ കുറയ്ക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, ഒബ്സലീറ്റായ പല കാര്യങ്ങളും ആവശ്യമില്ലാത്തപ്പോൾ അത് കുറച്ചു. ഇപ്പൊ ഞാനിത് എവിടുന്നാ പറയുന്നത് നിങ്ങൾ തോന്നുന്നു? ബാവ ഇങ്ങനെ ക്ലീമീസ് തിരുമേനിയോട് പറയുന്നത് നിങ്ങൾ കേട്ടോ? നിങ്ങൾ അതിന് സാക്ഷിയാണോ? ഞങ്ങളെല്ലാം പഠിപ്പിച്ചിരിക്കുന്നത് ഇവിടെ സേവറോസ് തിരുമേനിയുടെ ആളുകളെല്ലാം ഇവിടെ പറഞ്ഞു നടക്കുന്നത് 52-ൽ ക്ലീമീസ് തിരുമേനി ഇവിടെ ഭരണഘടന ഉണ്ടാക്കി. അല്ല, 48-ലാണ് ഭരണഘടന ഉണ്ടായത്. 52-ൽ ക്ലീമീസ് തിരുമേനി ഇറക്കിയിരിക്കുന്ന ക്രോഡീകരിക്കുക കമ്പയൽ ചെയ്യുക. ആ കമ്പയൽ ചെയ്ത ഭരണഘടനയുടെ അതിന്റെ തുടക്കത്തിലുള്ള കൽപ്പനയ്ക്കകത്ത് അഭ്യുന്നതനായ ക്ലീമീസ് തിരുമേനി എഴുതി നമ്പർ 15/1951 അദ്ദേഹം എഴുതിയിരിക്കുന്നത്, നമ്മുടെ ഭദ്രാസനയോടയിൽപ്പെട്ട എല്ലാ പള്ളികളിലെയും വികാരിമാരും സഹായപട്ടാക്കാരന്മാരും പള്ളിക്കൈക്കാരന്മാരും ട്രസ്റ്റിമാരും ശേഷം വിശ്വാസികളിൽ കൂടി കണ്ടെന്നാൽ നിങ്ങൾക്ക് വാഴ്വ്. പ്രിയരെ,
നമ്മുടെ ഭദ്രാസനയുടെ ഇടവകയുടെ നടത്തിപ്പിന് ആവശ്യമായ ഭരണകാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് ബലഹീനനായ നമ്മോട് ആജ്ഞാപിച്ചതനുസരിച്ചും ജനങ്ങളുടെ ആഗ്രഹങ്ങളെ ആദരിച്ചും നിലവിലിരിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ക്രോഡീകരിച്ചിട്ടുള്ള ഈ ഭരണഘടന 1952 ജനുവരി 1 മുതൽ സമുദായ വിട്ട് നടപ്പിൽ വരുത്തിയിരിക്കുന്നു. ഞാൻ കമ്പയർ ചെയ്തിരിക്കുന്ന നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിലവിലുള്ള നിയമങ്ങളിൽ ഒരു വെള്ളവും ചേർത്തിട്ടില്ല, ഒരക്ഷരം പോലും മാറ്റുന്നില്ല. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഞാനിത് കമ്പയർ ചെയ്യുന്നു. 180 ക്ലോസിൽ നിന്ന് ഒരു 160 ക്ലോസ് ആയിട്ട് ഇതിനെ കുറയ്ക്കുന്നു. അതാണ് ചെയ്തത്. എന്നിട്ടോ ഇത് ബാവയുടെ കൽപ്പനയാലെ, പരിശുദ്ധ ബാവയുടെ കൽപ്പനയാലെ ക്ലീമീസ് തിരുമേനി ഇത് കമ്പയർ ചെയ്ത് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ സുപ്രീം കോടതിയുടെ കേസ് നടക്കുമ്പോൾ ക്ലീമീസ് തിരുമേനി എക്സിബിറ്റ് B5 ആയിട്ട് വെച്ചത് ഈ 52 കമ്പൈൽഡ് ഭാഗമാണ്. എക്സിബിറ്റ് B6 ആയിട്ട് വെച്ചിരിക്കുന്നത് 1948 ഭരണഘടനയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കാണുന്ന ഒരാളിന് തോന്നും ഈ കേസിനകത്ത് ഒരു സമുദായത്തിന്റെ 2 ഭരണഘടനയാണ്. 2 ഭരണഘടന ഇല്ല, ഭരണഘടന ഒന്നേ ഉള്ളൂ. അത് ബേസിക് ഭരണഘടന 1948 അതിനകത്ത് 180 ചില്ലുവാനും ക്ലോസുകൾ ഉള്ളതില് ചുരുക്കി 160 ആക്കി കമ്പയർ ചെയ്തിരിക്കുന്നു. ഈ കമ്പയർ ചെയ്ത് ഇത് രണ്ടുമാണ് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്ന ഭരണഘടന. ഇതിനകത്ത് യാതൊരു വൈരുദ്ധ്യങ്ങളും ഇല്ല. അപ്പൊ ഇതിനകത്ത് തുടക്കം തന്നെ ഡിക്ലറേഷനില്ല. ആ ഡിക്ലറേഷനിലാണ് നിങ്ങൾ വായിക്കേണ്ടത്. എന്താണ് ഇതിന്റെ ഡിക്ലറേഷൻ? ഇത് സുപ്രീം കോടതിയുടെ ഭാഗമാണ്. ഇത് കോടതി ചെന്ന് കഴിഞ്ഞാൽ സുപ്രീം കോടതി ചെന്ന് സർട്ടിഫൈഡ് കോപ്പി കിട്ടും. ഇതനുസരിച്ച് ജ്ഞാനായ സമുദായം ഭരിക്കപ്പെടാൻ they have their own constitution, they will be governed by it until it is reconciled with the മലങ്കര സഭാ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഇതിനകത്തെ ഡിക്ലറേഷൻ നമ്പർ 3 ഞാനൊന്ന് വായിക്കാം. അതായത് ഒരാൾക്ക് ജ്ഞാനായക്കാരനായി തുടരണമെങ്കിൽ 4 ക്രൈറ്റീരിയ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ 4 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒറ്റ ക്രൈറ്റീരിയ ലംഘിച്ചാൽ അവൻ സമുദായത്തിന് കടക്കു പുറത്തെന്നാണ് എന്നോട് പറയുന്നത്. ഈ 4 ക്രൈറ്റീരിയകൾക്ക് അനുസൃതമായി നിൽക്കുന്നവന് മാത്രമേ ഞാൻ ജ്ഞാനായക്കാരനാണെന്നുള്ള പ്രിവിലേജും അങ്ങനെയുള്ള അനുവാദവും ലഭിക്കുകയുള്ളൂ. അതിൽ 4 എന്താ പറഞ്ഞിരിക്കുന്നു നോക്കാം. മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായ ഭരണഘടന അംഗീകരിച്ച് അതിലെ വ്യവസ്ഥകൾ പരിപാലിക്കേണ്ട ബാധ്യതകൾ സ്വീകരിച്ചിട്ടുള്ളവരും, ഇതിനകത്ത് പറയുന്ന എല്ലാ വ്യവസ്ഥകളും പാലിക്കുന്നു എന്ന് ബാധ്യതയുള്ളവരായിരിക്കണം. 2, ഈ സമുദായത്തിന്റെ മേലധ്യക്ഷതയെ സമ്മതിക്കുന്നവരും. ഈ സമുദായത്തിന്റെ മേലധ്യക്ഷ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ ഇതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു. ബാവയുടെ ഡയറക്റ്റ് ഭരണത്തിന് കീഴിലാണ് തുടക്കം മുതൽ. അപ്പൊ ആ മേലധ്യക്ഷതയെ സ്വീകരിച്ചിട്ടുള്ളവരും. അടുത്തതോ, ജ്ഞാനായ സമുദായത്തിലെ ഏതെങ്കിലും ഒരു ഇടവക പള്ളിയിൽ അംഗമായിരുന്ന് ആ പള്ളിയുടെ ഇടവക രജിസ്റ്ററിൽ പേരുള്ളവരും. അപ്പൊ 3 ആയുള്ളൂ. 4, സഭാ നിയമങ്ങൾ പരിപാലിക്കുന്ന ജ്ഞാനായ വംശജരായ എല്ലാ സ്ത്രീ പുരുഷന്മാരും ജ്ഞാനായ സമുദായത്തിലെ അംഗങ്ങളാണ്. അപ്പൊ 4 കാര്യങ്ങളുണ്ട്. സമുദായത്തിന്റെ മേലധ്യക്ഷത അംഗീകരിക്കണം, മേലധ്യക്ഷ നിൽക്കുന്ന കൽപ്പനകളെ പരിപാലിക്കണം. അതിന് പ്രത്യേകിച്ച് അതിന് പറഞ്ഞിരിക്കുന്നത് അത് അംഗീകരിക്കുക മാത്രമല്ല, മേലധ്യക്ഷതയെ സമ്മതിക്കുന്നവരും അതിലെ വ്യവസ്ഥകൾ പരിപാലിക്കേണ്ട ബാധ്യതകൾ സ്വീകരിച്ചിട്ടുള്ളവരും. പരിപാലിച്ചാൽ മാത്രം പോരാ, ഐ എം ലയബിൾ ടു ഒബേ ദി ഓർഡേഴ്സ് ഓഫ് ഹോളി പാട്രിയാർക്ക്. അത് ഒബേ ചെയ്യാൻ അതാണ് 1ാമത്തെ ക്രൈറ്റീരിയ. ബാക്കി 3 കാര്യങ്ങൾ ശരിയായാലും ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് പള്ളിയിൽ, ഞാൻ വലിയ പള്ളിയിൽ എന്റെ പേര് കിടപ്പുണ്ട്, മാമോദിസ മുഖ്യ, ഞാൻ കോട്ടയം വലിയ പള്ളി മെമ്പർ ആയതുകൊണ്ട് നീ ജ്ഞാനായക്കാരനാവത്തില്ല. നീ പരിശുദ്ധ പാത്രിയർക്കീസ് ബാബയ്ക്ക് കീഴ്പ്പെട്ട അദ്ദേഹത്തിന്റെ ഓർഡറുകൾ സ്വീകരിച്ച് ആ മേലധ്യക്ഷതയ്ക്ക് കീഴ്പ്പെട്ടു പോകുന്നവനാണെങ്കിൽ മാത്രമേ നീ ജ്ഞാനായക്കാരനാവൂ. അങ്ങനെ നോക്കുമ്പോ ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല. ബാബയുടെ കൽപ്പനയെ നിരന്തരമായി ഡിസൊബേ ചെയ്യുന്നവർ ആരാണെങ്കിലും അവർ ജ്ഞാനായക്കാരല്ല. ജ്ഞാനായ പള്ളികൾ എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അത് ബാബയുടെ കീഴിൽ നിൽക്കുന്നവർക്ക് ആരാധന നടത്തുന്നതിന് വേണ്ടിയാ. ഇതായത് ജ്ഞാനായ പള്ളിയുടെ ആധാരമാണ്. ഈ ആധാരത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കാരണം
ശിവശങ്കരൻ നായർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന കൃത്യമായ ആധാരമനുസരിച്ചാണ് ഈ പള്ളികളെല്ലാം 1983 ശിവശങ്കര പണിക്കർ എന്ന് പറയുന്ന വക്കീൽ ഉണ്ടാക്കി കൊടുത്ത കൃത്യമായിട്ടുള്ള ഫോർമാറ്റിലാണ് സകല പള്ളികളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പള്ളി എന്തിനു വേണ്ടിയാ പണിതിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ പുരാതനമായി തന്നെ അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും ശ്ലീഹായ്ക്കടുത്ത വിശുദ്ധ സിംഹാസനത്തിൽ നിന്നും പരിപാലിച്ചും പരിശുദ്ധ വിശ്വാസാചാര്യങ്ങളെ സ്വീകരിച്ച് നടന്നു വരുന്നവരും ഇപ്പോഴും നടന്നു വരുന്നവരുമായ ഉള്ളവർക്ക് ഈ പ്രസ്തുത പള്ളി അവരാകുന്ന വിശ്വാസികളുടെ ആരാധനയ്ക്ക് മാത്രമായി പണി കഴിപ്പിച്ചിട്ടുള്ളതും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് വാഴിച്ച് നിയോഗിച്ചിട്ടുള്ള മെത്രാപ്പോലിത്തന്മാരുടെയും അതിന് വിധേയമായി നിൽക്കുന്ന മെത്രാപ്പോലിത്തന്മാരുടെയും ഭദ്രാസന ഇടവക ഉണ്ടായപ്പോൾ മുതൽ ഇടവകയുടെ മെത്രാപ്പോലിത്തയുടെയും ഭരണത്തിന് കീഴിലുള്ളതാകുന്നു. അപ്പോൾ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ സുപ്രമസി അംഗീകരിച്ച് ബാവായാൽ നിയോഗിക്കപ്പെടുന്ന ബാവായ്ക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന മെത്രാന്റെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും കീഴിൽ ഉള്ളവർക്ക് ആരാധനയ്ക്കുള്ളതാകുന്നു. ദി മോമെന്റ് ഇപ്പോൾ ഒരു മെത്രാൻ ഏത് നിമിഷം പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ കൽപ്പനയെ ഡിസോബേ ചെയ്യുന്നതോ കടക്കൂ പുറത്ത്. ഈ ക്നാനായ സമുദായത്തിലെ അംഗമല്ല. ഇത് ക്നാനായ സമുദായത്തിന്റെ ഭരണഘടനയിൽ ഇത് ക്ലിമീസ് തിരുമേനി സുപ്രീം കോടതിയിൽ കൊടുത്ത് സുപ്രീം കോടതി അംഗീകരിച്ച ഭരണഘടനയിൽ പറയുന്നത് നീ ആരാണ്, നീ എപ്പോഴാണ് ജ്ഞാനായക്കാരനായിട്ട് നിൽക്കാൻ ക്വാളിഫൈഡ് ആകുന്നത്. അപ്പോൾ ഒരു ജ്ഞാനായക്കാരന് മാത്രമേ ജ്ഞാനായ മെത്രാപ്പോലിത്ത ആകാനൊക്കത്തുള്ളൂ. ഏത് നിമിഷം നീ പരിശുദ്ധ പാത്രിക്കീസ് ബാവായെ ഡിസൊബേ ചെയ്യുന്നതോ ആ നിമിഷം നീ ഈ സമുദായത്തിന്റെ ഭരണഘടനയ്ക്കും ഈ സമുദായത്തിനും പുറത്താണ്. ഏത് വ്യക്തി പരിശുദ്ധ പാത്രിക്കീസ് ബാവായുടെ കൽപ്പനകളെ ഡിസൊബേ ചെയ്യുന്നോ ആ നിമിഷം നിനക്ക് ഈ പള്ളിക്കകത്ത് കയറുവാൻ അനുവാദമില്ല. ഞാനിപ്പോൾ അതിന് സ്യൂട്ട് കൊടുക്കാൻ പോവാം. എന്റെ പേരിൽ തന്നെ ഞങ്ങൾ സ്യൂട്ട് കൊടുക്കാൻ പോയി. അതിന് ഏലിയാസ് കുട്ടിയോടും പറഞ്ഞിട്ടുണ്ട്. കാരണം പരിശുദ്ധ അന്ത്യോക്യൻ സിംഹാസനത്തിന്റെ കൽപ്പനകളെ ഡിസൊബേ ചെയ്യാത്തവര് പള്ളിയുടെ ഗേറ്റിനകത്ത് കയറുവാൻ പാടില്ല. അത് ഇന്ത്യയിലെ ഏത് കോടതിയും തരും. അതുകൊണ്ട് മുന്നറിയിപ്പായിട്ട് ഞങ്ങൾ അറിയിക്കുകയാണ്, പരിശുദ്ധ സിംഹാസനത്തിനോട് കൊമ്പ് കോർക്കരുത്. നിന്റെ സ്ഥാനം റോഡില്ല, നീ പുറത്താ. ഞങ്ങൾ ചുമ്മാതെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ റോഡിൽ നിന്ന് വിളിച്ചു പറയുന്നതല്ല. ഞങ്ങൾ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ കണ്ടല്ലോ, ഈ ഇരിക്കുന്ന രേഖകൾ മുഴുവൻ കേസുകളാണ്. ഇനി ഞങ്ങൾ ഇതിൽ കൂടുതലൊന്നും അന്വേഷിക്കാനില്ല. സകല ഇടവഴികളിൽ കൂടി സഞ്ചരിച്ചു. ചരിത്രത്തിന്റെ സകല ജുഡീഷ്യൽ ഫോറങ്ങളിൽ കൂടി ഞങ്ങൾ സഞ്ചരിച്ചു. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ സ്വീകരിക്കുക. കാരണം ഈ എല്ലാ നിബന്ധനകളിലും കൃത്യമായി പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി അംഗീകരിച്ച ജഡ്ജ്മെന്റാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. വീണ്ടും എത്രയോ വായിക്കാനുണ്ട് ഇതിനകത്ത് മുഴുവനിതാ. കാരണം ഇതിനകത്ത് പറഞ്ഞത് ക്നാനായ ചർച്ച് അഡ്മിനിസ്ട്രേഡ് ബൈ അതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്നാനായ ചർച്ച് ആർ അഡ്മിനിസ്ട്രേഡ് ബൈ ആൻഡ് അണ്ടർ ദി അതോറിറ്റി ഓഫ് ഹോളി പാട്രിയാർക്ക്. The Malankara Metropolitan has absolutely no right over the such churches. അപ്പോൾ വേറെ ആർക്കും നമ്മുടെ പള്ളികളിൽ യാതൊരു അധികാരവുമില്ല. വീണ്ടും ധാരാളം പറയുന്നത് പാട്രിയാർക്ക് ഓഫ് അന്ത്യോക്ക് alone has the right and authority to consecrate Metropolitan of the Cananaya Church in Malankara. അപ്പോൾ അതുപോലെ തന്നെ the Patriarch of Antioch, who in terms has to give a certificate of consecration or warrant of authority to the parlate എന്ന് പറഞ്ഞാൽ ഈ പട്ടമേൽക്കാൻ വരുന്ന to the parlate so consecrated. Accordingly, Mar Severios, Mar Dioscoros and the present Metropolitan Abraham Mar Clemis have executed statements regarding the faith and submission to the Holy Patriarch of Antioch. ഇത് ക്ലീമിസ് തിരുമേനിയുടെ കാലത്തായിരുന്നുകൊണ്ട് അത്ര എഴുതിയത്. അതിനുശേഷം എഴുതിയ സേവരോസ് തിരുമേനിയും ഗീവോറിസ് തിരുമേനിയും ഇവാനൂസ് തിരുമേനിയും സിൽവാനൂസ് തിരുമേനിയും എല്ലാം ഇതുപോലെ സബ്മിഷൻ എഴുതി കൊടുത്തിരിക്കുകയാണ്. അതിനെയാണ് സെൽമൂസ എന്ന് പറയുന്നത്.
ദാ ശൽമൂസ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ശൽമൂസ നിങ്ങളെ കാണിക്കാം. ഇതാ ആ ശൽമൂസ ഹോളി പാട്രിയാർക്ക് അവിടെ നിന്ന് അയച്ചു തന്നിരിക്കുന്നത്. അതിന്റെ കോപ്പിയാണിത്. ഞങ്ങൾ ഇത് എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. അന്തിമ യുദ്ധത്തിന് തയ്യാറായി. പരിശുദ്ധ പാത്രിയർക്കീസ് ബാബ അയച്ചു തന്ന ശൽമൂസയാണ്. ഇതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത് നോക്ക്, മർസേവറിയസ ഇതിന്റെ സർട്ടിഫൈഡ് കോപ്പിയാ. ഇതിനകത്ത് എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അങ്ങയുടെ കൽപ്പനകൾ ഏതെങ്കിലും നിമിഷത്തിൽ ഞാൻ ഡിസൊബേ ചെയ്താൽ ആ നിമിഷം ഞാൻ ഉരിയപ്പെട്ടവനും ശപിക്കപ്പെട്ടവനുമായി തീരും, ഞാൻ പ്രാഗപ്പെട്ടവനായി തീരും. പാത്രിക്കീസ് ബാബയ്ക്ക് എഴുതി കൊടുത്തിരിക്കുന്ന. അപ്പോ പാത്രിക്കീസ് ബാബ ഇപ്പോൾ കൽപ്പന കൊടുത്തു, നീ പലതവണയായിട്ട് എന്നെ ഡിസൊബേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാഗപ്പെട്ടവനായി. അതുകൊണ്ടാണ് പരിശുദ്ധ പാത്രിക്കീസ് ബാബ എഴുതിയ കൽപ്പനയിൽ കൂടി എഴുതി കൊടുത്ത്, യു ആർ കൺട്രോൾഡ് ബൈ ദ ഡെവിൾ, ഈവിൾ സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റിനാലല്ല നീ ഇപ്പോൾ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത്. യു ആർ കൺട്രോൾഡ് ബൈ ദി ഈവിൾ സ്പിരിറ്റ്. അതിന്റെ കാരണം ബാബായ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് എഴുതി കൊടുത്തിരിക്കുകയാണ്, അങ്ങയുടെ കൽപ്പനകൾ, കാനോനികമായ നിയമങ്ങൾ, ഇവയിൽ എന്തെങ്കിലും ഞാൻ ലംഘിക്കുന്ന നിമിഷം, ഡിസൊബേ ചെയ്യുന്ന നിമിഷം ഞാൻ ശപിക്കപ്പെട്ടവനായി തീരും. ഇതാണ് നിരന്തരമായി ബാബ കൽപ്പന എഴുതി കൊടുക്കുമ്പോൾ ഇത് കീറി ഡിസ്പോസൽ എന്ന് അവിടെ ഇപ്പൊ അപ്രൈ സെമിനാരി ഉള്ളവരത് കീറി ഡിസ്പോസൽ, കീറി നേരെ ബാബയുടെ കൽപ്പന വരുമ്പോൾ കീറുക, വേസ്റ്റ് ഓട്ടയ്ക്കകത്തോട്ട് ഡിസ്പോസ് ചെയ്യുക. നീ പ്രാപിക്കപ്പെട്ടവനാണ്. ഇനി ഇവിടുത്തെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നിന്ന് ഒരു ഓർഡർ കൂടെ വന്നാൽ മതി. അതുകൊണ്ട് അപ്പൊ ഞാനിപ്പോ ഇത് എടുക്കാൻ കാരണം ഇതെല്ലാം സുപ്രീം കോടതി അംഗീകരിച്ച. അത് ശൽമൂസ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്നൊന്നും, ഇനി പൊട്ടം കളിക്കാൻ ഒക്കത്തില്ല പൊന്നു സാറേ. കമ്പനി കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം സുപ്രീം കോടതി ഓർഡർ എഴുതി തന്നിരിക്കുക. നീ അവിടെ ഒരു ശൽമൂസ എഴുതി കൊടുത്തിട്ടുണ്ട്. ആ ശൽമൂസ പ്രകാരം നീ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നിനക്ക് മെത്രാനായിരിക്കാൻ സാധിക്കത്തില്ല. ഇത് താഴോട്ട് പിന്നെയും ഇതാ പറഞ്ഞത്, ദി അതോറിറ്റി ടു അപ്പോയിന്റ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന, ഇത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്ന, ദി അതോറിറ്റി ടു അപ്പോയിന്റ് ആൻഡ് ട്രാൻസ്ഫർ vicar or assistant priest for the parish churches of the Cananaya diocese rest with the Cananaya metropolitan who is acting under the authority of the patriarch of Antioch. അപ്പൊ ഇവിടെ ഒരു മെത്രാൻ ഒരു വൈദികനെ മാറ്റുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ യജമാനു വേണ്ടിയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. അല്ലാതെ തോന്നിയ പോലെ നേരെ ഗുരുനാഥൻ മണ്ണിലോട്ട് അവനെ അടിക്കുക, അതിനുള്ള കളിയല്ലിത്. പരിശുദ്ധ പാത്രിക്കീസ് ബാബയുടെ കൽപ്പന അനുസരിച്ച് അദ്ദേഹത്തിന്റെ അതോറിറ്റി ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരാളിനെ സ്ഥലം മാറ്റുന്ന ഒരു വൈദ്യന്. എന്തെന്നാൽ പരിശുദ്ധ പാത്രിക്കീസ് ബാബയുടെ പൗരോഹിത്യത്തിന്റെ ഉറവയാണ് താഴോട്ട് വരുന്നത്. അതുകൊണ്ടാണ് എല്ലാ ക്നാനായ മെത്രാപ്പോലിത്തന്മാരും ബാബായാൽ ഓർഡൈൻ ചെയ്യപ്പെട്ടവരായിരിക്കണം. പുറത്തുനിന്ന് ഓർഡൈൻ ചെയ്ത ഒരാൾ വന്ന ക്നാനായ സമുദായത്തിൽ ഏറ്റെടുക്കാൻ. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. 2003 അപ്പോ നമ്മളിപ്പോൾ സംസാരിച്ചത് 1948 പരിശുദ്ധ പാത്രിക്കീസ് ബാബായോട് 36 കേണപേക്ഷിച്ചതിന്റെ പരിണിത ഫലമായി അദ്ദേഹം പറഞ്ഞു, ഓക്കെ, യു മെയ്ഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. വി മെയ്ഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1948 ആൻഡ് പ്ലേസ്ഡ് ബിഫോർ ദി ഹോണറബിൾ സുപ്രീം കോർട്ട് ആസ് എക്സിബിറ്റ് നമ്പർ 6. അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് 1952 അത് കമ്പൈൽ ചെയ്ത് ചെറുതാക്കി ബാബ പറഞ്ഞിട്ട് അതും സുപ്രീം കോടതിയിൽ ഹാജരാക്കി. അപ്പൊ 2 കാര്യങ്ങൾ. 3, ഇത് കഴിഞ്ഞിട്ട് ഒരു വാലിഡ് അമെൻമെന്റ് നടത്തിയിരിക്കുന്നത് പിന്നെ 2003 അപ്പൊ 1948 തുടങ്ങി 2003 അമെൻമെന്റ്. അപ്പോ ഈ 48 കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ മുതൽ എല്ലാ വേർഷനകത്തും പറയുന്നൊരു കാര്യമുണ്ട്. ക്നാനായ അസോസിയേഷനെ പരിശുദ്ധ സിംഹാസനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമങ്ങളെയോ എന്തെങ്കിലും ബന്ധത്തിനെയോ ചർച്ച ചെയ്യുന്നതിനോ നിശ്ചയിക്കുന്നതിനോ വ്യതിയാനം വരുത്തുന്നതിനോ ബാർ ചെയ്തിരിക്കുക, അതിനെ തടസ്സപ്പെടുത്തിയിരിക്കുക. അങ്ങനെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യം അത് ഇപ്പോഴത്തെ ഇതിനകത്തുണ്ട്. തടസ്സപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ 48 ബേസിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പാത്രിക്കീസ് ബാബയ്ക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ടോ അതിനകത്ത് പറയുന്നുണ്ട് ഒരു മെത്രാനെ എങ്ങനെ മുടക്കുന്നെന്ന്. അതിനകത്ത് പറയുന്നത് പരിശുദ്ധ സിംഹാസനത്താൽ നിയമിക്കപ്പെട്ട ഒരു ഹോളി സിനഡ്
വിസ്തരിച്ച് ഒരു മെത്രാനെ മുടക്കുന്ന നിമിഷം അയാൾ ക്നാനായ സമുദായത്തിന്റെ ഭരണകാര്യങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടും. അത് കൃത്യമായിട്ട് എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിലും കിടക്കുന്നതാണ്. ഇനി 48 ശേഷം 2003 ഭരണഘടന അമെൻഡ് ചെയ്തത്. 2003 കുറെ കാര്യങ്ങൾ മാത്രം അമെൻഡ് ചെയ്തു. ബാവായുമായി ബന്ധപ്പെട്ട ഒന്നത്തിലും തൊട്ടിട്ടില്ല, തൊടാനും ഒക്കത്തില്ല. തൊട്ടാൽ അത് ഇൻവാലിഡും. കുറെ കാര്യങ്ങൾ അമെൻഡ് ചെയ്തു. അതായത് 75% വോട്ട് വേണമെന്നുള്ളത് 51% മാറ്റി. ഇതൊന്നും ബാവായുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അമെൻമെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഒരു പുസ്തകം അച്ചടിച്ചിറക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും തമ്പാനൊക്കെ കൂടിയാണ് അതന്ന്. ഞാൻ തമ്പാനെ കുറ്റപ്പെടുന്നതല്ല, അദ്ദേഹം ഒരു ബെയർ ആക്ട് ആണ് നമ്മുടെ ഈ സാധനം 2003 ഇറക്കിയത്. ഇതാണ് ഇറക്കിയത്. ഇത് ബെയർ ആക്റ്റാണ്. ഇതിനകത്ത് പ്രഖ്യാപനങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്നില്ല പ്രഖ്യാപനങ്ങളൊന്നുമില്ല. 2003 ഭരണഘടന കോട്ടയം കോടതിയിൽ ഇരിപ്പുണ്ട്. അതിന്റെ സർട്ടിഫൈഡ് കോപ്പിയായത് നിങ്ങൾ നോക്ക്. ഈ സർട്ടിഫൈഡ് കോപ്പിക്കകത്താണ് പ്രഖ്യാപനങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. പ്രഖ്യാപനങ്ങൾ. ഈ പ്രഖ്യാപനത്തിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം ഞാൻ വായിക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനം നമ്പർ 6, മലങ്കരയിലെ സുറിയാനി സഭയുടെ ഭരണക്രമീകരണങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും, അത് ഓർത്തഡോക്സുകാർ ഭരിക്കട്ടെ, യാക്കോബുകാർ ഭരിക്കട്ടെ, അത് എന്ത് തന്നെ ആയിരുന്നാലും ക്നാനായ സമുദായവും അതിലെ പള്ളികളും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരിക്കുന്നതും മേലാലും എന്നാളും അപ്രകാരം ആയിരിക്കുന്നതുമാണ്. അപ്പോ ഇത് കോടതിയിലെ സർട്ടിഫൈഡ് കോപ്പിയാണ്. ഇത് വെച്ചോണ്ടാ കളിക്കുന്നത്. ഈ പിങ്ക് ഭരണഘടനയുടെ പ്രിയാമ്പിളിന് തൊട്ട് മുന്നായിട്ട് ഈ പ്രഖ്യാപനങ്ങൾ ചേർക്കേണ്ടതാ. ഇത് 52 ഭരണഘടനയിൽ പരിശുദ്ധ സുപ്രീം കോടതിയിൽ ക്ലിമീസ് തിരുമേനി ഫയൽ ചെയ്ത ഭരണഘടനയിൽ ഈ പ്രഖ്യാപനങ്ങൾ കൽപ്പന കഴിഞ്ഞാൽ ആദ്യം കിടക്കുന്നത് പ്രഖ്യാപനങ്ങളാണ്. കേട്ടോ, ഇത് മുഴുവൻ പ്രഖ്യാപനങ്ങളാണ്. പ്രഖ്യാപനങ്ങൾ. ഈ പ്രഖ്യാപനങ്ങൾ പോലെ ഇതിനകത്ത് അച്ചടിക്കേണ്ട. ഇതിനകത്ത് അത് അച്ചടിച്ചിട്ടില്ല. അപ്പൊ അന്ന് ചെയ്ത് ചിലപ്പോൾ തമ്പാൻ ശ്രദ്ധിച്ച് വിചാരിച്ച് കാണും പ്രഖ്യാപനങ്ങൾ ബെയർ ആക്ട് മതിയല്ലോ, ഇവിടുത്തെ പിടിയേരിക്ക് എത്ര വിരിക്കണം, റസീസ് അത്ര കൊടുക്കണം, അത് മാത്രമൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തുള്ളൂ. അദ്ദേഹത്തിന് ഞാൻ കുറ്റപ്പെടുത്തുന്നത് മനഃപൂർവ്വം അല്ല. കാരണം ഇത് കോടതി കൊടുത്തിട്ടുണ്ട്. കോടതി കൊടുത്താണ് സർട്ടിഫൈഡ് കോപ്പിയാണ് ഈ പ്രഖ്യാപനങ്ങൾ പറഞ്ഞത്. നിങ്ങൾ കണ്ടില്ലേ? ഇത് കോടതിയിലുണ്ട്. അപ്പോ ഈ പിങ്ക് ബുക്കിനകത്ത് ഇല്ലെന്ന് പറഞ്ഞ് ഇത് നിലവിലില്ലാതാവില്ല. ഇത് മാറ്റാൻ ആർക്കും അധികാരമില്ല. അതാണ് അതിന്റെ സെറ്റിലുള്ള പൊസിഷൻ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കടലാസിന്റെ തുമ്പ് അച്ചടിച്ച് പിങ്ക് കവർ വിട്ടേച്ച് ഇതേലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ക്നാനായ സമുദായത്തിന്റെ ഭരണഘടന 1948 ഭരണഘടനയാണ്. ബേസിക് സ്ട്രക്ചർ. അതിനകത്ത് നിന്ന് ഒരു തുള്ളി ഡ്രോപ്പ് പോലും അതിനകത്ത് വെള്ളം ചേർക്കാൻ ഒക്കത്തുമില്ല, ചേർത്തിട്ടുമില്ല. 2003 ഭരണഘടനയ്ക്കകത്തും പരിശുദ്ധ സിംഹാസനത്തിന്റെ ഡയറക്റ്റ് ഭരണ കീഴിലാണെന്ന് കോട്ടയം കോടതിയിൽ ഇരിപ്പുണ്ട്. സർട്ടിഫൈഡ് കോപ്പിയാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ മറന്നിട്ട് അൽഷിമേഴ്സ് ബാധിച്ചവനെ പോലെ സമുദായം പരിശുദ്ധ പാത്രിക്കീസ് ബാവായോട് കൊമ്പ് കോർക്കരുത്. ഇത് സ്നാപകയോഹന്നാൻ വിളിച്ചു പറഞ്ഞതുപോലെ വൻമരത്തിന്റെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു. അതെത്ര വലിയ വടവൃക്ഷമാണെങ്കിലും അത് കടപുഴകി വീഴും. അതിന് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. ഈ സമുദായത്തിൽ ആരെങ്കിലും സുബോധമുള്ളവരുണ്ടെങ്കിൽ, അഭിയന്തിനായ സേവരോസ് തിരുമേനിയുടെ കുടുംബത്തിലെങ്കിലും ആരെങ്കിലും വിവരമുള്ള ഒരു മനുഷ്യൻ ഇന്ന് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുക. താമര നൂലിൽ തൂങ്ങിക്കിടക്കുന്ന പോലെ ദുർബലമായ ഒരു നൂലിൽ അദ്ദേഹത്തിന്റെ പട്ടത്തും തൂങ്ങിക്കിടക്കുകയാണ്. ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇത് സംഭവിക്കാതിരിക്കേണ്ടതിന്, അദ്ദേഹം റോഡ് ഡേ നടക്കാതിരിക്കേണ്ടതിന് അദ്ദേഹത്തിന് അപ്രൈൽ സെമിനാരിയിൽ താമസിക്കാൻ ഒക്കത്തില്ല. സിംഹാസനത്തിനോട് കൊമ്പ് കോർത്തിട്ട് അപ്രൈം സെമിനാരിയിൽ താമസിക്കാൻ ഒക്കത്തില്ല. ഈ ക്നാനായ സമുദായത്തിലെ ഒരു പള്ളിയിലും അദ്ദേഹത്തിന് കയറാൻ ഒക്കത്തില്ല. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ശക്തി അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഇവിടെ 10-20 മുനിസിപ്പിന്റെ അടുത്തുകൊണ്ട് അതും ഇതും മറച്ചു വെച്ച് 10-20 സ്യൂട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഏതിനകത്തെങ്കിലും ഒക്കെ ചില എക്സ്പാർട്ടി ഓർഡർ മേടിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ഞെളിയരുത്. കളി അവിടെ ഒന്നും നിൽക്കത്തില്ല. സുപ്രീം കോടതി അംഗീകരിച്ച ഭരണഘടന ഇവിടെ നടക്കും. ഓർത്തുകൊള്ളണം. പെരുമ്പള്ളി തിരുമേനിയായിട്ട് അദ്ദേഹത്തിന് പെരുമ്പള്ളി പള്ളിയിൽ
കുർബാന ചൊല്ലുവാൻ സാധിച്ചില്ല. കോടതി അദ്ദേഹത്തിന് നിരോധിച്ചു. എന്താ ചെയ്തത്? പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത്, കിഴക്ക് വശത്ത് ഒരു ചെറിയ മദ്ബഹ ഉണ്ടാക്കി അയലോക്കത്തെ തട്ടാന്റെ പറമ്പ് മേടിച്ചിട്ട് അതിനകത്തൊരു മദ്ബഹ മാത്രം ഉണ്ടാക്കി. എന്നിട്ട് ഈ പള്ളിയിനകത്ത് നിൽക്കുന്നവര് ആ പള്ളിയിൽ നടക്കുന്ന മദ്ബഹയിലോട്ട് നോക്കി കുരിശ് വരച്ചുകൊണ്ട് നിന്നു. ജ്ഞാനായ സമുദായത്തിൽ അങ്ങനെ കിഴക്കുവശത്ത് ഇനിയും പള്ളി വെക്കാനായിട്ട് സ്ഥലമില്ല. നീലമ്പേരി പള്ളിയിൽ കിഴക്കുവശത്ത് നിന്ന് കഴിഞ്ഞാൽ തോടാ, ആറ്റിന് അക്കരെ പറ്റുമായിരിക്കും, ഇക്കരെ നടക്കത്തില്ല. അതുകൊണ്ട് കളിക്കരുത്, പരിശുദ്ധ സിംഹാസനത്തിനോട് കളിക്കരുത്. അവസാനത്തെ വാണിംഗാണ് എനിക്ക് നൽകുന്നത്. ഞാൻ ആരെ വ്യക്തിപരമായി പറയല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ സിംഹാസനം കൽപ്പന ഇറക്കി സിംഹാസനത്തിനെതിരെ ചോദ്യം ചെയ്തിരിക്കുന്നവരുടെ പേര് നടപടിയെടുക്കണം. അവരുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള റൈറ്റുകളിൽ മേലൊന്നും നടപടിയെടുക്കാനല്ല ബാബ പറഞ്ഞത്. ജ്ഞാനായ സമുദായത്തിന്റെ മെമ്പറായിരിക്കണമെങ്കിൽ 4 കാര്യങ്ങളിൽ യോഗ്യത വേണം. സ്വയം ആലോചിച്ചുകൊള്ളുക ഇപ്പൊ ആർക്കൊക്കെ ആ യോഗ്യത ഉണ്ടെന്ന്. ആ യോഗ്യത ഇനി ഒന്ന് തെളിയിക്കപ്പെട്ടാൽ മതി. അപ്പോ ഇതിൽ സിംഹാസനത്തിനോട് കൊമ്പ് കോർത്ത് നിൽക്കുന്നവർ ഇതിനകത്തെ മെമ്പർമാരല്ല, അതിന്മേൽ നടപടി എടുക്കും. ബാബ പറഞ്ഞിട്ടും എടുത്തില്ല. ഒബേയിലാണ്. ഡിസൊബേ ചെയ്യുന്നവൻ ഈ സിംഹാസനത്തിന്റെ, ഈ ജ്ഞാനായ സമുദായത്തിന്റെ ഭരണത്തിന് പുറത്താണ്. ഇനി ഫോർമലായിട്ട് ആ കാര്യങ്ങളൊക്കെ ഇത് നടപ്പായി കിട്ടിയാൽ മതി. ഇതിന്റെ വല്ലോ ആവശ്യം നമ്മുടെ സമുദായത്തിനുണ്ടോ? പരിശുദ്ധ പാത്രികീസ് ബാബായോട് കേണപേക്ഷിച്ചിട്ട് 1932 ഒരു ഭരണഘടന ഉണ്ടാക്കുവാൻ അനുവാദം ലഭിച്ചിട്ട് അതനുസരിച്ച ഭരണഘടന ഉണ്ടാക്കിയിട്ട് ഒപ്പം നിൽക്കുന്ന മെത്രാപ്പോലിത്തന്മാരോട് ചേർന്ന് അവരെയൊക്കെ വിശ്വാസത്തിലെടുത്ത് എല്ലാവരെയും സ്നേഹിച്ച് ഇവിടെ ശത്രുക്കളില്ലാതെ, സ്വന്തം ഗ്രൂപ്പുകളില്ലാതെ ഈ സമുദായത്തിനെ അന്തസ്സായിട്ട് നടത്തി അഭിയുന്ന പിതാവിന്റെ അനുഗ്രഹങ്ങൾ മേടിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവർ കൊമ്പ് കോർക്കരുത്. ഇത് സ്നാപയോഹന്നാൻ നൽകിയ പോലെ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ കത്തി വീണിരിക്കുന്നു, മഴു വീണിരിക്കുന്നു, കോടാലി വീണിരിക്കുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പായിട്ട് ഇത് കണക്കാക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആമേൻ.